നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തലയറുത്തിട്ടും ഊറിക്കൂടുന്ന പ്രഹരമേറ്റിട്ടും തളരാതെ ഇറാന്റെ മിസൈൽ ശേഖരം. തിരിച്ചടി കടുപ്പിച്ച US-ഉം ഇസ്രയേലും പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ആക്രമണ പ്രത്യാക്രമണങ്ങൾ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മേഖല യുദ്ധഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട സംയുക്ത സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ ഹൃദയഭാഗങ്ങളിൽ ഇസ്രയേൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. എന്നാൽ അയൽ രാജ്യങ്ങളിലെ US സൈനിക നിലയങ്ങൾക്ക് എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സൂചിപ്പിച്ചും ട്രംപും നെതന്യാഹുവും രംഗത്തു വന്നതോടുകൂടി ഗൾഫിൽ ആകെ സ്തംഭനാവസ്ഥയാണ്. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇറാന്റെ ഇടക്കാല നേതൃത്വം യോഗം ചേർന്ന കെട്ടിടമാണ് ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. കർമാനിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാന്റെ 11 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ടെഹ്റാനിലും കരാജിലും ഇസ്ഫഹാനിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇറാന്റെ ദേശീയ ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിന്റെ ഇറിബ് ടെഹ്റാനിലെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു. സംരക്ഷണം തടസ്സപ്പെട്ടിട്ടില്ലെന്നും ആർക്കും പരിക്കില്ലെന്നും ഇറിബ് പറയുന്നു. ഇറാനിലെ ബദർ അബ്ബാസ് തുറമുഖത്തിന് ആക്രമണത്തിൽ കേടുപറ്റി. മെഹ്റാബാദ് വിമാനത്താവളവും ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ പുഷറിലെ ആണവ നിലയത്തിന്റെ പ്രവർത്തനം റഷ്യ നിർത്തി. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് റിയാദിലെ US സ്ഥാനാധിപതി കാര്യാലയവും അടച്ചു. കുവൈറ്റ്, ബഹ്റൈൻ, ഇറാഖ്, ഖത്തർ, ജോർദാൻ, UAE തുടങ്ങി 12ഓളം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സ്ഥാനാധിപതി കാര്യാലയങ്ങളിലുള്ള അത്യാവശ്യമല്ലാത്ത ജീവനക്കാരോട് രാജ്യം വിടാൻ US നിർദ്ദേശിച്ചു. ഇസ്രയേലിലെ നയതന്ത്ര ജീവനക്കാരെ നേരിട്ട് ഒഴിപ്പിക്കാനോ അവരോട് സ്വന്തം നിലയ്ക്ക് രാജ്യം വിടാൻ നിർദ്ദേശിക്കാനോ ആകാത്ത സ്ഥിതിയാണ് എന്ന് US സ്ഥാനാധിപതി കാര്യാലയം പറയുന്നു. ഖത്തർ തലസ്ഥാനമായ ദോഹയിലും ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലും ഇറാൻ ആക്രമണം ഉണ്ടായി. UAE-യിൽ ആമസോണിന്റെ 2 ഡേറ്റാ സെന്ററുകൾ ആക്രമിക്കപ്പെട്ടു. ബഹ്റൈനിൽ ആമസോൺ കേന്ദ്രത്തിനു നേരെയും ഡ്രോൺ എത്തി. ഇവയെല്ലാം നിർവീര്യമാക്കി. വടക്കൻ ഇറാഖിലെ കുർദിഷ് പോരാളികളുടെ ക്യാമ്പിലും ഇറാന്റെ മിസൈൽ പതിച്ചു. ഇറാന്റെ പ്രധാന സൈനിക വിഭാഗമായ IRGC-യുടെ ബൂഷഹർ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു. അവിടെ 5 സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി. ഇതിനകം 1039 ആക്രമണങ്ങൾ നടന്നതായും 504 കേന്ദ്രങ്ങൾ ബോംബ് പതിച്ചതായും ഇറാൻ റെഡ് ക്രസന്റ് അറിയിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. യുദ്ധം തുടങ്ങിയത് US-ഉം ഇസ്രായേലുമാണ് എന്നും അതിനാൽ അവർ തന്നെ ആക്രമണം അവസാനിപ്പിക്കട്ടെ എന്നുമാണ് ഇറാനും അറിയിച്ചത്. ഇതോടെ വരും നാളുകളിലും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ശക്തമാകുമെന്ന് ഉറപ്പായി. ആക്രമണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തിരിച്ചടി തുടങ്ങിയ ഇറാൻ ചൊവ്വാഴ്ച പ്രത്യാക്രമണം കടുപ്പിച്ചു. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ റൌസ് തനൂർ എന്ന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ഇറാൻ ചൊവ്വാഴ്ച റിയാദിലെ US എംബസി ലക്ഷ്യമിട്ട് ഡ്രോണുകൾ പായിച്ചു. സംഭവത്തിൽ എംബസിയിൽ ചെറിയ തോതിലുള്ള തീപിടുത്തമുണ്ടായി. കുവൈത്തിലും US എംബസിക്കു നേരെ ആക്രമണ ശ്രമം ഉണ്ടായി. ബഹ്റൈനിലെ US സൈനിക നിലയത്തിനു നേരെ മിസൈൽ പായിച്ച ഇറാൻ അവിടെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തതായി അവകാശപ്പെട്ടു. 9 ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ചൊവ്വാഴ്ച പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ വർഷം നടത്തി. 4 ദിവസത്തിനിടെ ഇസ്രയേൽ 11 പേരാണ് ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാന്റെ പ്രത്യാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കുവൈത്തിലെയും റിയാദിലെയും എംബസികൾ അടയ്ക്കാൻ US തീരുമാനിച്ചു. 14 ഗൾഫ് രാജ്യങ്ങളിലെയും പൗരന്മാരോട് മടങ്ങാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും സമാന നടപടികൾ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ സൈന്യം ലബനാനിൽ ആണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ ചൊവ്വാഴ്ച അവിടെ കരയുദ്ധത്തിനും തുടക്കം കുറിച്ചു. ഇതോടെ ദക്ഷിണ ബൈറൂത്തിൽ നിന്ന് കൂട്ടപ്പലായനം ആരംഭിച്ചു. ഇതിനോടകം തന്നെ 30,000-ലധികം പേർ നഗരം വിട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ 52 ഗ്രാമങ്ങൾ ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചു. 30 ഗ്രാമങ്ങൾ കൂടി ഒഴിയാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കരയാക്രമണത്തിന് സമാന്തരമായി വ്യോമാക്രമണവും തുടരുന്നുണ്ട്. ഇതിനോടകം തന്നെ 60ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടൻ പിന്മാറിയോ? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ ബ്രിട്ടന്റെ പങ്കാളിത്തം സംബന്ധിച്ച് സഖ്യരാഷ്ട്രങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവന്ന ദിവസം കൂടിയായിരുന്നു ഇന്നലെ. ബ്രിട്ടീഷ് സേനയും ഇറാൻ ദൗത്യത്തിൽ പങ്കുചേരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സൈപ്രസിലെ ബ്രിട്ടന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു.
ഇതോടെ ബ്രിട്ടീഷ് സൈനിക ആക്രമണം ആസന്നമെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ സഖ്യം സേനയ്ക്കൊപ്പമല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയത് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളിൽ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. പഴയതുപോലെ ബ്രിട്ടന്റെ സഹായം ലഭിക്കുന്നില്ല എന്ന് ട്രംപ് പറയുകയും ചെയ്തു. തങ്ങളുടെ സൈനിക നിലയം ഇറാൻ ആക്രമണത്തിന് വിട്ടു നൽകില്ല എന്ന് സ്പെയിനും വ്യക്തമാക്കി. ഇറാന് നേരെയുള്ള ആക്രമണത്തെ ബെൽജിയവും അപലപിച്ചതോടെ നിലവിലെ ഇറാൻ ദൗത്യത്തിന് യൂറോപ്പിന്റെ പിന്തുണ വേണ്ടത്ര ലഭിച്ചില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തെ റഷ്യയും അപലപിച്ചിരുന്നു. എണ്ണവില $200. ഹോർമൂസിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ചൈന. മേഖലയിലെ ഒരു തുള്ളി എണ്ണ പോലും പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറൽ സർദാർ ജബാരിയുടെ മുന്നറിയിപ്പ് ആഗോള വിപണിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തടയുകയും എണ്ണ പൈപ്പ് ലൈനുകൾ തകരുകയും ചെയ്താൽ വില $200 കടക്കുമെന്നാണ് ഭീഷണി. ചരക്കു നീക്കം തടസ്സപ്പെടാതിരിക്കാൻ ചൈന ഇടപെടൽ നടത്തിക്കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കത്തിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട കക്ഷികൾ ഉടൻ വെടിനിർത്തണമെന്നും പറഞ്ഞു. പ്രവാസി മലയാളിക്ക് നെഞ്ചെടുപ്പ്. യുദ്ധം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടരുന്നത് ലക്ഷക്കണക്കിന് മലയാളികളെയാണ് നേരിട്ട് ബാധിക്കുന്നത്. റിയാദിലും കുവൈത്തിലും ദോഹയിലും മനാമയിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതും എംബസികൾ നിയന്ത്രണം ഏർപ്പെടുത്തിയതും സ്ഥിതി സങ്കീർണമാക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.